വട്ടവടയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലയാളികളുടെ ഓണസദ്യയിൽ വട്ടവടയിലെ ശീതകാല പച്ചക്കറികൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ പുതിയ തലമുറ പച്ചക്കറി കൃഷിയെ ഉപേക്ഷിക്കുന്നു എന്ന ആശങ്കയിലാണ് അവിടുത്തെ പരമ്പരാഗത കർഷകർ. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വട്ടവടയ്ക്ക് കേരളത്തിന്റെ കാർഷിക ഗ്രാമമായി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യം ഉയരുകയാണ്. തട്ടുതട്ടായുള്ള മലനിരകളിൽ വൈവിധ്യമാർന്ന പച്ചക്കറികളും ശീതകാല വിളകളും പഴങ്ങളും നിറഞ്ഞ മനോഹരമായ കാർഷിക ഗ്രാമം. വട്ടവടയുടെ കാർഷിക സൗന്ദര്യം മലയാളികളുടെ അഹങ്കാരമാണ്. ക്യാരറ്റ്, കാബേജ്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ബീൻസ്, ബീട്രൂട്ട് എന്നിവ കൂടാതെ സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളും ഇവിടെ സമൃദ്ധമായി വിളയും. എന്നാൽ ഇത്തവണ കാലാവസ്ഥ ചതിച്ചു എന്ന് കർഷകർ പറയുന്നു. പ്രതീക്ഷിച്ച മഴ ലഭിച്ചില്ല. അതോടൊപ്പം പുതിയ തലമുറയ്ക്ക് കൃഷിയോട് താല്പര്യം കുറഞ്ഞതും കർഷകർ ആശങ്കയോടെ കാണുന്നു. 10-20 വർഷത്തിന് മുമ്പുള്ള വിളവുകൾ ഇപ്പോൾ ഇല്ല, കുറവാണ്. കൃഷിക്കാർ കുറഞ്ഞുകൊണ്ട് വരികയാണ്. കൂടുതലും മിക്കവാറും ഈ ടൂറിസമായിട്ട് കുറേ ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ ടൂറിസത്തിലാണ്. കൃഷി കാര്യങ്ങളിൽ ചെറുപ്പക്കാർ താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ആൾക്കാരും ടൂറിസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഒരുപാട് വെളുത്തുള്ളി കൃഷി ചെയ്തു ആൾക്കാർ. വിത്ത് മേടിച്ചിട്ടു. വിത്തിന് ഭയങ്കര വിലയാണ്. ഒരു കിലോന് 30,000 രൂപ 40,000 രൂപ വില കൊടുത്താൽ മേടിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ മഴയില്ലാത്തതുകൊണ്ട് അതിൻ്റെ വിളവ് തീരെ മോശമായിരിക്കും. അത് വലിയ നഷ്ടത്തിലാണ്. எல்லாமே நஷ்டம் வட்டவடையில். இது என்னங்கிறது யாருமே கண்ணெடுக்க முடியாமல் முயற்சி இல்லை. ഇപ്പം മഴയില്ല, കൃഷിക്ക് അതാണ് ബുദ്ധിമുട്ട്. മഴയില്ല. വില കിട്ടുന്നുണ്ട്. ഈ ഗസ്റ്റുകൾക്കാണെങ്കിൽ വിലയുണ്ട്, പിന്നെ കച്ചവടക്കാർക്കാണെങ്കിൽ വില കുറവാണ്. വട്ടവടയിലെ ശീതകാല പച്ചക്കറികൾക്ക് മലയാളികളുടെ ഓണസദ്യയിൽ പ്രധാന സ്ഥാനമുണ്ട്. എന്നാൽ ഇവ എത്ര കാലമുണ്ടാകുമെന്ന ചോദ്യവും ആശങ്കയും ഉയരുന്നു. ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ വട്ടവടയുടെ സ്ഥാനം വലുതാണ്. എന്നാൽ കാർഷിക ഗ്രാമം എന്ന പേര് വട്ടവടയ്ക്ക് നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പരമ്പരാഗത കർഷകർ. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ഇടുക്കി.